കോൺഫെഡറേഷൻ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ അംബേദ്കറുടെ 135ാമത് ജയന്തി ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന ജയന്തി ആഘോഷം കാരവൻ ദേശീയ ഉപദേഷ്ടാവ് ഡോക്ടർ ഭീം ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ശിഷ്യന്മാരുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള സർജനാണ്. ഒരുപാട് ഡിഗ്രികൾ വാരിക്കൂരി എടുത്തു. അഭിമാനത്തോടെ ഞാൻ ജീവിക്കുന്നു. അതുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിളിച്ചപ്പോൾ എല്ലാം മറന്നുകൊണ്ട് ഞാൻ ഇവിടെ എത്തി. ഞാൻ മാറിപ്പോട്ടിലേക്ക് എൻ്റെ വഴി, എൻ്റെ പിതാവ് കാണിച്ച വഴി എനിക്കറിയാം. ആ വഴി കൂടെ യാത്ര ചെയ്യണം. അപ്പോൾ വിദ്യാഭ്യാസം ആണ് ഇമ്പോർട്ടൻ്റ്. എന്താ പറഞ്ഞത്? എഡ്യൂക്കേറ്റ്, അജിറ്റേറ്റ് ആൻഡ് ഓർഗനൈസ്. എഡ്യൂക്കേഷൻ എത്ര പേരോട് കൊടുക്കുന്ന IAS വീട്ടിൽ ചോദിക്കുകയാണ്. എത്ര പെൺകുട്ടികളോട് ജില്ലാ കളക്ടർമാർ, എത്ര പേരുണ്ട് IPSകാർ? എന്തുകൊണ്ടില്ല? പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? സാമ്പത്തിക സഹായം ഇല്ലാത്തതുകൊണ്ടാണോ? ഗവൺമെന്റിന് ആനുകൂല്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ? എല്ലാം ഉണ്ട്. പക്ഷെ അതിലേക്ക് തയ്യാറെടുത്ത് മുന്നോട്ട് വരുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ അദ്ദേഹത്തിനെ നമുക്ക് നമസ്കരിക്കാൻ പറ്റും? എങ്ങനെ അദ്ദേഹത്തിന് മുമ്പിൽ കുപ്പയിടാൻ പറ്റും? നമ്മളെപ്പോലുള്ള ആളുകൾ, പ്രായമുള്ള ആളുകൾ ഇത് ചിന്തിക്കണം. ഇനിയും നമ്മുടെ മക്കളെല്ലാം. സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കൊടുങ്ങല്ലൂർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് NK കുട്ടൻ, ധീവരസഭ സംസ്ഥാന നേതാവ് വേണു വെണ്ണറ, KPMS സംസ്ഥാന നേതാവ് KA രമേശൻ, ഷർമിള സുമേഷ്, KV സുരേഷ് എന്നിവർ സംസാരിച്ചു. ഷീബ മനോഹരൻ, സുജിത ബൈജു, അംബിക സജീവൻ, ശൈലജ, ബിന്ദു സന്തോഷ്, നന്ദ സന്തോഷ്, മുകിൽ സന്തോഷ്, അനൈന മുകിൽ, ജ്യോതിലക്ഷ്മി മറ്റംഗങ്ങളും പങ്കെടുത്തു. ജാതി അധിക്ഷേപത്തിന് ഇരയായി രക്തസാക്ഷിത്വം വരിച്ച കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജനും കുടുംബത്തിനും നീതി ലഭിക്കാൻ പ്രക്ഷോഭ സമരവുമായി എല്ലാവരെയും ഉൾപ്പെടുത്തി ഏതറ്റം വരെയും കോൺഫെഡറേഷൻ മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു.